നമ്മുടെ പൂർവികരുടെ ഒരു വലിയ രഹസ്യം അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരെങ്ങനെ സാധിച്ചെടുത്തു? ശരി, നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഈ വലിയ ചോദ്യം? ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി നമ്മളെ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ഒന്നാലോചിച്ച് നോക്കിക്കേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ടൺ കണക്കിന് ഭാരമുള്ള ഭീമാകാരമായ കല്ലുകൾ, അതും ഒരു തരി പോലും പിഴവില്ലാതെ അത്ര കൃത്യതയോടെ മനുഷ്യർ എങ്ങനെയാണ് ഉയർത്തിയത്? അതോ ഒരുപക്ഷേ അവരൊന്നും മനുഷ്യരായിരുന്നില്ലേ? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് കേട്ടോ എല്ലാ രഹസ്യങ്ങളും തുടങ്ങുന്നത്. ഈജിപ്തിലെ പിരമിഡുകൾ, അല്ലെങ്കിൽ സ്റ്റോൺ ഹെഞ്ച്, മാച്ചു പിച്ചു, ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, അല്ലേ? സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിപ്പോവും. അപ്പോ ഈയൊരു അവിശ്വസനീയതയിൽ നിന്നാണ് വളരെ പോപ്പുലറായൊരു തിയറി വരുന്നത്. എന്താണെന്നല്ലേ? ഇതിൻ്റെയൊക്കെ പിന്നിൽ മനുഷ്യരല്ല, ഏലിയൻസാണ്. അപ്പോ എന്തുകൊണ്ടാണ് ചിലരെങ്ങനെ വിശ്വസിക്കുന്നത്? അവരുടെ വാദം കേൾക്കുമ്പോൾ അതിലൊരു കാര്യമുണ്ടെന്ന് നമുക്കും തോന്നിപ്പോകും. കാരണം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മെഷീനുകളില്ല, ടെക്നോളജിയില്ല, കമ്പ്യൂട്ടറുകളില്ല, ഭീമാകാരൻ ക്രെയിനുകളുമില്ല. എന്നിട്ടും നോക്കൂ, അവരുണ്ടാക്കിയ ഓരോന്നിനും എന്ത് പെർഫെക്റ്റായ അളവുകളാണ്, എന്ത് കൃത്യതയാണ്. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും, ഇതൊക്കെ വെറും കൈകൊണ്ട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഈ ചോദ്യമാണ് അവരെ ഏലിയൻസ് എന്ന ഉത്തരത്തിലേക്ക് എത്തിച്ചത്. ഇതിനെയാണ് നമ്മൾ ഏൻഷ്യന്റ് ഏലിയൻസ് തിയറി എന്ന് പറയുന്നത്. പക്ഷേ സത്യം അതല്ല. കഥ ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ അപ്പുറത്താണ്. യഥാർത്ഥ ഉത്തരം കണ്ടെത്താൻ നമ്മളങ്ങ് ബഹിരാകാശത്തൊന്നും പോകണ്ട. അത് നമ്മുടെ പൂർവികരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആ കഴിവുകളിൽ. അവരുടെ യഥാർത്ഥ ശക്തി എന്തായിരുന്നെന്നറിയാമോ? ഒന്ന്, അസാധാരണമായ ക്ഷമ. പിന്നെ ഒരു തലമുറയിൽ തീരുന്ന പ്ലാനുകളല്ല അവരുടേത്, തലമുറകൾ നീണ്ടു നിൽക്കുന്ന പദ്ധതികളായിരുന്നു. അവർക്ക് പ്രകൃതിയെ വായിച്ചെടുക്കാൻ അറിയാമായിരുന്നു. നക്ഷത്രങ്ങളെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. എല്ലാത്തിനും മുകളിൽ കൂട്ടായ്മയുടെ ശക്തി. ഒരുമിച്ച് നിന്നാൽ എന്തും നേടാമെന്ന് അവർക്കറിയാമായിരുന്നു. ഇതിനെ വെറും പ്രാകൃതമായ കഴിവുകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് സത്യത്തിൽ നമുക്കിന്ന് നഷ്ടപ്പെട്ടുപോയ ഒരു വലിയ ജ്ഞാനമാണ്. അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു താരതമ്യം നോക്കൂ. ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണില്ല, GPS ഇല്ല, ഇന്റർനെറ്റ് ഇല്ല. എന്ത് സംഭവിക്കും? നമ്മളൊരു പക്ഷേ വഴി പോലും അറിയാതെ നിന്നുപോകും, അല്ലേ? എന്നാൽ അന്ന് നോക്കൂ, അവർക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. പകരം നക്ഷത്രങ്ങളുണ്ടായിരുന്നു. അതിനെ നോക്കി അവർ സമയം മനസ്സിലാക്കി, ദിക്ക് കണ്ടെത്തി, ചരിത്രം തന്നെ മാറ്റിയെഴുതി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഏലിയൻസ് ആണ് ഇതെല്ലാം ചെയ്തത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്നോ? നമ്മുടെ സ്വന്തം പൂർവികരെ, നമ്മുടെ മനുഷ്യരാശിയെ തന്നെ ചെറുതാക്കുകയാണ്. കാരണം വളരെ സിമ്പിളാണ്. നമ്മുടെ പൂർവികർ നമ്മളിന്ന് വിചാരിക്കുന്നതിലും 10 മടങ്ങ് ബുദ്ധിയുള്ളവരായിരുന്നു. അവരുടെ ലോകം വേറെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളും വേറെ ലെവലായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നതല്ല. യഥാർത്ഥ ചോദ്യം അതല്ല, അത് വേറെയാണ്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകളെ കുറച്ചു കാണുകയാണോ? ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ പൂർവികർക്ക് അത്രയൊക്കെ ചെയ്യാൻ സാധിച്ചെങ്കിൽ, ആ ക്ഷമയും കൂട്ടായ്മയും നമുക്കുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് എന്തൊക്കെ നേടാൻ കഴിയും, അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.